കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എല്ലാ ഏഷ്യ ലൈവ് TV പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. മീനം രാശിയെ പറ്റിയാണ് ഈ വിഷു വാർഷിക ഫലം പറയുന്നത്. മീനം രാശിയിലുള്ള നക്ഷത്രങ്ങൾ പൂരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. പ്രത്യേകിച്ച് ശുദ്ധ മനസ്സുള്ള ഇവർക്ക് അറിയാതെ അബദ്ധങ്ങൾ പറ്റുവാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാം. ഒന്നിനെയും അംഗീകരിച്ചു കൊടുക്കാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാകാം. ശരി തെറ്റുകളുടെ പുനർനിർണയം ഇവർ അധികം ആഗ്രഹിക്കാത്ത കക്ഷികളാകാം. ബന്ധുസ്നേഹം ഉണ്ടാകുമെങ്കിലും തിരികെ അത് പ്രതീക്ഷിക്കണമെന്നില്ല. കഴിവുകളെ പ്രയോജനപ്പെടുത്തുവാനുള്ള ശക്തി ഉണ്ടെങ്കിലും അതിനെ വിനിയോഗിക്കാതിരിക്കും. ഏത് മേഖലയിൽ അതിനെ വിനിയോഗിക്കാതിരിക്കും. എന്നാൽ ശുദ്ധമായ മനസ്സുമുണ്ടാകും. പൊതുവിൽ പ്രശംസിച്ചാൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കൂറുകാരായിരിക്കും ഇവര്. എന്നാല് കുടുംബപരമായിട്ട് അത്ര അനുകൂല ദാമ്പത്യ ജീവിതം പറയുന്നില്ല. ആരെങ്കിലും ഒരു ഭാഗത്തുള്ള വിട്ടുവീഴ്ചകളായിരിക്കാം കൂടുതൽ. സുരക്ഷിതമായി വെളിയിൽ പറയാതെ ഇവരെ മുന്നോട്ട് നയിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭമാകും. ഏതിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ശക്തി ചോർന്നു പോകാതെ സൂക്ഷിക്കണം. വാശി പ്രാധാന്യമായിട്ട് വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളണം. ഏതു പ്രവൃത്തിയിലും, പ്രത്യേകിച്ച് സൽപ്രവർത്തികൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ലക്ഷ്യം, ഇതിലെല്ലാം പൂർണ്ണമായിട്ട് ഉൾക്കാഴ്ചയോടുകൂടി പ്രവർത്തിക്കാൻ ദൃഢപ്രതിജ്ഞ എടുക്കണം. കൂടാതെ ഉത്രട്ടാതി നക്ഷത്രം ശനിദശയിലാണ് ജനിക്കുന്നത്. രേവതി നക്ഷത്രം ബുധദശയിലാണ് ജനിക്കുന്നത്. ഇതിൽ പൂരുട്ടാതി വ്യാഴദശയിലാണ് ജനിക്കുന്നത്. എന്നാൽ 4/1 ഭാഗമേ ഉള്ളൂ ഈ കൂറുകാർക്ക്. മീനം രാശിയുടെ അധിപൻ വ്യാഴമാണ്, ബൃഹസ്പതിയാണ്. സർവേശ്വരകാരകത്വം ബൃഹസ്പതിക്കുണ്ട്. വൈഷമ്യങ്ങള് വിദ്യാർത്ഥികൾക്ക് തരണം ചെയ്യുവാന് കുടുംബക്ഷേത്ര പ്രാർത്ഥനയും നിത്യ അനുഷ്ഠാനങ്ങളും അതോടൊപ്പം ഗായത്രി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ പ്രത്യേകമായിട്ട് ഛന്ദസ് തൊട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി പീഠപൂജ, മൂർത്തിപൂജ, പ്രസന്ന പൂജ ഇത് ചെയ്ത് ദേഹരക്ഷ ധരിക്കുന്നത് നന്നായിരിക്കും. അത് വൈഷ്ണവയന്ത്രം ധരിക്കാം, അല്ലെങ്കിൽ ത്രിയംബക യന്ത്രം ധരിക്കാം. അപ്പോ ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയും. ഇനി ക്രിസ്തീയ വിഭാഗത്തിലുള്ളവര് മാതാവിന്റെ പള്ളിയിൽ എത്ര വയസ്സായോ അത്രയും മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. 6-ാം സങ്കീർത്തനം, 13-ാം സങ്കീർത്തനം, 21-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, ഇവയെല്ലാം പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലതയുണ്ടാക്കും. മുസ്ലിം മതവിശ്വാസികൾ
മുസാഹിബിലെ സൂറത്തുൽ അൽ ബഖറയിൽ ആയത്തുൽ കുർസി പോകുന്നത് നന്നായിരിക്കും. വ്യവസായത്തിന് അനുകൂലമായ സന്ദർഭം സ്വയം സൃഷ്ടിക്കപ്പെടുവാനുള്ള യോഗം ത്യാഗത്തിലൂടെ ഇവർ കണ്ടെത്തും. വാഹനയോഗം കാണുന്നു. പുതിയ വസ്തു വാങ്ങുവാനോ ഗൃഹം പുതുക്കി പണിയുവാനോ ഉള്ള യോഗവും കാണുന്നു. ഇതാണ് പൊതുവിൽ ഈ കൂറുകാരുടെ ഈ വർഷത്തെ ഫലം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.